Good afternoon, all. Good afternoon. Afternoon, ma'am. Okay. Prayer പറഞ്ഞോ ട്ടോ. Prayer മാത്രം അതിലൊന്നും പറയാൻ നല്ലതായിരിക്കും. പാടാമേ. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, we do we worship, we do we ask, guide us the right path, guide us the right path, in the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the world, the beneficent, the merciful. Thank you, Miss. Okay. നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലെ? ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. എന്നാണത്? October 4. 4th അല്ലെ? October 4th നമുക്ക് മുമ്പ് നമുക്കറിയാം നമുക്ക് പൂജ ഹോളിഡേസ് ഉണ്ട് അല്ലെ? ഒരു 13th തുടങ്ങി 31st 2nd ഒക്കെ പൂജ ഹോളിഡേസ് ആണ്. സോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലൈവ് ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, മേ ബി നെക്സ്റ്റ് ഡേ ഫ്രൈഡേ മുതൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവരും ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ 5th റെക്കോർഡ് കംപ്ലീറ്റ് ആണോ? അപ്പാറ്റിക്സ് റെക്കോർഡ്, മോൺസോറി അപ്പാറ്റിക്സ് റെക്കോർഡ് കംപ്ലീറ്റ് ആണോ? 5th അതില് പിക്ചേഴ്സ് ഒട്ടിക്കാനുണ്ട് മാം. ഓക്കെ, ആ 5th റെക്കോർഡ് പിക്ചേഴ്സ് മാത്രം ഒട്ടിക്കാനേ ഉള്ളൂ. സോ അതുകൊണ്ട് കുഴപ്പമില്ല, പിക്ചേഴ്സ് അവിടെ നിൽക്കട്ടെ, റെക്കോർഡ് നിങ്ങൾ കയ്യിൽ വേണം. ഓക്കെ, നമ്മൾ ആ മെറ്റീരിയൽസ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? റെക്കോർഡ്സ് വേണം കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ, ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾ വൈവ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. വൈവ അറ്റൻഡ് ചെയ്യാനായിട്ട് കോൺഫിഡന്റ് ആണെങ്കിൽ അന്ന് നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് റെക്കോർഡും കാര്യങ്ങളും അന്ന് സബ്മിറ്റ് ചെയ്യിക്കുക. നിങ്ങൾ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈവ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യാൻ കോൺഫിഡന്റ് ആണെങ്കിൽ അന്ന് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മള് ഓൺലൈൻ വൈവ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടൈമിൽ നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ വൈവയ്ക്ക് കയറണം. ടീച്ചേഴ്സിന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം അനുസരിച്ചായിരിക്കും ഓൺലൈൻ വൈവ ഷെഡ്യൂൾ ചെയ്യുന്നത്. അത് അന്നത്തെ ദിവസം ആർക്ക് വരുന്നുണ്ട് ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ്സിന്? ആരുമില്ല? ഉണ്ട്. അപ്പൊ ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നവര് മാക്സിമം വന്ന് തന്നെ വൈവ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൈവയും കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം വൈവയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, തിയറി പേപ്പേഴ്സ് നമ്മൾ എഴുതുന്ന മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. വൈവയുടെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 95 ആണ്. ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് 95, 98. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് 98 കൊടുക്കും. മാക്സിമം 95 മാർക്കാണ് പലർക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നുവെച്ചാൽ ഓരോ 5 ടൈപ്സ് 5 കാര്യങ്ങൾക്കാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. വൈവയ്ക്ക് 5 കാര്യങ്ങൾക്കാണ് മാർക്ക് ഇടുന്നത്. നമ്മുടെ റെക്കോർഡ് എന്തറിയാലോ, നമുക്ക് 5 റെക്കോർഡ് ഉണ്ട്. 5 റെക്കോർഡ് ഓരോ റെക്കോർഡിനും എത്ര മാർക്ക് വീതമാണ്? 20 മാർക്സ് വീതമാണ്. സോ ഒരു റെക്കോർഡ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ 20 മാർക്സ് കിട്ടും. അതിൽ നിങ്ങൾ പിക്ചേഴ്സ് കറക്റ്റ് ആയിട്ടോ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ടീച്ചേഴ്സിനെ മനസ്സിലാക്കുന്ന രീതിയിൽ മാർക്ക് കിട്ടും. ദെൻ അതേപോലെ തന്നെ
കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, റെക്കോർഡ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതനുസരിച്ചിട്ടായിരിക്കും റെക്കോർഡിന്റെ മാർക്ക് വരുന്നത്. ദെൻ അസൈൻമെന്റ് ആൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട്. അസൈൻമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്ത അസൈൻമെന്റ്, ഓൺലൈൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റിനേക്കാൾ ആ അസൈൻമെന്റ് അല്ല, നിങ്ങൾക്ക് 10 അസൈൻമെന്റ് ജിസ്റ്റീച്ചർ തന്നിട്ടുണ്ടോ? 100 മാർക്കിന്റെ 10 അസൈൻമെന്റ് ആ ടൈം ടേബിൾ ഒക്കെ ഉള്ള അസൈൻമെന്റ്, ടൈം ടേബിള്, പിക്ചേഴ്സ്, ആ അസൈൻമെന്റിനാണ് നമ്മൾ ആ മാർക്ക് തരുന്നത്. 50 മാർക്സ് ആണ് അസൈൻമെന്റിന് വരുന്നത്. ദെൻ നമ്മൾ പിന്നെ വരുന്നത് സർവേയുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സർവേ, ഓക്കെ. സർവേക്ക് 50 മാർക്ക്, അസൈൻമെന്റിന് 50 മാർക്ക് ആണ്. അങ്ങനെ സർവേക്ക് നമ്മൾ 50 മാർക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു 30 മാർക്ക് സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, 20 മാർക്ക് സർവേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, 10 മാർക്ക് സർവേയുടെ കൺക്ലൂഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ടീച്ചറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്സ് സർവേയുടെ ആ ഒരു മാർക്ക് 50 മാർക്സിൽ മാർക്ക് ഇടും. 50-50 ആണ് അസൈൻമെന്റ് ആൻഡ് റിപ്പോർട്ടിൽ വരുന്ന മാർക്ക്. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ദെൻ നമുക്ക് പിന്നെ വരുന്നത് ടീച്ചിങ് എയ്ഡ് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ? നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ട്? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്, സാൻഡ് പേപ്പർ നമ്പേഴ്സ്, ആൽഫബറ്റ് ചാർട്ട്, നമ്പർ ചാർട്ട്, ഫ്രെയിമുകൾ ചെയ്തോ? ചെയ്തുകൊണ്ടിരിക്കുന്നു മാം. ഓക്കെ. കളറിംഗ് ബോക്സോ? ഇല്ല മാം, ചെയ്തില്ല. ബീഡ്സോ? ഇല്ല. അനിമൽസ്, ബേർഡ്സ്, വെജിറ്റബിൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. സെൻസ് ഓർഗൻസ്, സെൻസ് ഓർഗൻസിന്റെ ഫ്ലാഷ് കാർഡ്? ഇല്ല. ഇല്ല. ബോഡി പാർട്സ്? ഇല്ല. ഷേപ്സ് ചാർട്ട്. പിന്നെ ചെയ്യുന്നത് ഷേപ്പ് ചാർട്ട് ആണ് കേട്ടോ. ഓക്കെ. നിങ്ങളത് വൈവേ ആവുമ്പോഴേക്കും ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണെന്ന്. ഫ്രെയിമുകൾ വരെ ചെയ്തിട്ടുള്ളൂ അല്ലെ? അപ്പൊ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. ചാർട്ടും കാര്യങ്ങളും നമ്മളിപ്പോ ഓൺലൈൻ നമ്മള് ലൈവ് ക്ലാസ്സിന് വരുന്ന സമയത്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി. ഫോണിൽ ഫോട്ടോ എടുക്കുക, കൊണ്ടുവന്നാൽ മതി. അല്ല നിങ്ങൾ ഓൺലൈൻ വൈബയുടെ ടൈമിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അത് നമ്മൾക്ക് കാണിച്ചു തരേണ്ടി വരും. അത് നിങ്ങളൊരു റൂമിൽ കറക്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അതിനാണ് അടുത്ത 100 മാർക്ക് വരുന്നത്. ടീച്ചിങ് എയ്ഡ് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിന് നെക്സ്റ്റ് 100 മാർക്ക് വരുന്നു. ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവേ. ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവേക്ക് 50-50 മാർക്കാണ്. ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അതിന് 50 മാർക്സ്. ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്ത കുട്ടികളാണെങ്കിൽ ഒരു 2 മിനിറ്റ്സ് ക്ലാസ് എടുക്കാനായിട്ട്, നമ്മുടെ പ്രീ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അതേപോലെ ഒരു 2 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കണം. ഓക്കെ. ആക്ഷൻ സോങ്ങോ ആക്ഷൻ സ്റ്റോറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആ ടൈമിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതേപോലെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ക്ലാസ് പ്രസന്റ് ചെയ്യേണ്ടത്. ഓക്കെ. ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്ത കുട്ടികൾ. ഓക്കെ. ദെൻ പാരറ്റിക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ പാരറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. 100 മാർക്ക് വെച്ചാൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാരറ്റിക്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ടീച്ചർക്ക് ഇമേജ് കാണിച്ചിരുന്ന പാരറ്റിക്സ് നിങ്ങൾ പറയാനോ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി പി ജി കുട്ടികൾക്ക് സെമിനാർ ഉണ്ട്. പി ജി കഴിഞ്ഞിട്ടില്ല അല്ലെ? അപ്പോ സെമിനാറിന്റെ മാർക്ക് നമ്മള് ലാസ്റ്റ് നിങ്ങൾ സെമിനാർ 2 മിനിറ്റ്സ് വൈവയുടെ ടൈമിൽ 2 മിനിറ്റ്സ് സെമിനാർ എടുത്താൽ മതി. ഓക്കെ. ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് 2 മിനിറ്റ്സ് നിങ്ങൾ സെമിനാർ എടുത്താൽ മതി. ഓക്കെ. മനസ്സിലായോ? ഓൾറെഡി സെമിനാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു അങ്കിത് സെമിനാർ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്കിതിനെ പറഞ്ഞാൽ മതി ഇന്ന മിസ്സിന്റെ ക്ലാസ്സിൽ സെമിനാർ എടുത്തിട്ടുണ്ട്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, പി ജി സ്റ്റുഡൻസ് ഓൺ ദ ടൈമിലാണോ ചെയ്യുന്നത്? ആ ടൈമിലാണോ സെമിനാർ ചെയ്യുന്നത്? സ്റ്റുഡൻസ് എല്ലാവർക്കും സെമിനാർ എടുത്തിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെയല്ല മാം ചോദിച്ചത്. പി ജി സ്റ്റുഡൻസിന് സെമിനാർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അത് അപ്പോഴും ചെയ്യണോ? വൈവയുടെ ടൈമിൽ ചെയ്യേണ്ടി വരുമോ? ഓക്കെ. അവർ ടോപ്പിക് തരും, സെമിനാർ എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് നിങ്ങൾക്ക് സെമിനാർ എടുക്കാം. കാരണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമല്ലോ. നേരത്തെ പറയോ? ടോപ്പിക് നേരത്തെ പറയോ?
ഇല്ല, നമ്മുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഏത് ടോപ്പിക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമൺ ചൈൽഡ് ഡിസീസ് ആണ്. അപ്പോൾ അത് നമുക്ക് ടോപ്പിക് സെലക്ട് ചെയ്ത് അതിന് സെമിനാർ എടുക്കാം. ഒരു മെന്റൽ ഹെൽത്ത് ആണ് ടോപ്പിക് എടുക്കുന്നതെങ്കിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം, സെമിനാർ എടുക്കാം. മനസ്സിലായോ? മാം ഓൾറെഡി സെമിനാർ എടുത്തവരെ ആദ്യം വൈവന്റെ ടൈമിൽ സെമിനാർ എടുക്കണം മാം? നിർബന്ധമില്ല, പക്ഷെ ചിലപ്പോൾ നമ്മൾ വൈവേ ചെയ്യുന്നത് ഇപ്പൊ മോൻ എന്റെ ക്ലാസ്സിൽ സെമിനാർ എടുത്തിട്ടുണ്ട്, എനിക്കറിയാമെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്തിരുന്നുള്ളതും ഞാൻ മാർക്ക് ഓൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ട്. പക്ഷെ മോൻ ആ വൈവേ ചെയ്യുന്നത് ചിലപ്പോ എന്താ പറയാ നമ്മൾ വേറെ ടീച്ചറായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ടീച്ചറിനോട് പറയണം, ഇന്ന ടീച്ചറുടെ ക്ലാസ്സിൽ ഞാൻ സെമിനാർ എടുത്തിട്ടുണ്ട്, ഞാൻ വീണ്ടും എടുക്കണോ? മോൻ വീണ്ടും എടുക്കണം എന്ന് ആ മിസ് പറയുകയാണെങ്കിൽ മോൻ എന്ത് ചെയ്യണം, അന്ന് എടുത്ത ടോപ്പിക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണം, ഒന്നുകൂടി സെമിനാർ എടുക്കണം. എടുക്കണ്ട ഞാൻ മിസ്സിനോട് ചോദിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ എടുക്കണ്ട. അത് ഓരോ ടീച്ചേഴ്സിന്റെയും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാ മാമിന്റെ ക്ലാസ്സിൽ സെമിനാർ എടുത്തിട്ടുണ്ട്. അപ്പൊ വൈവന്റെ ടൈമിൽ പറഞ്ഞാല് ഓക്കെ, അവര് വീണ്ടും എടുക്കാൻ പറഞ്ഞെങ്കിൽ ആദ്യം എടുത്താലും മതി, അതേ ടോപ്പിക് എടുത്താലും പ്രശ്നമില്ലല്ലോ. പിജിക്കാർക്ക് മാത്രം പോരാ മാം? ഡിപ്ലോമ സെമിനാർ ഇമ്പോർട്ടന്റ്, ഡിപ്ലോമക്കാർക്ക് കുഴപ്പമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായത് ഞാൻ പറഞ്ഞത്. ഒന്ന് മാം നിമ ആദ്യം ഒന്നും പറഞ്ഞില്ല, പിക്ചർ കാണിച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവുന്നു, അത് എന്തെന്ന് മനസ്സിലായില്ല മാം. അത് പ്രാക്ടിക്കൽ ക്ലാസ് വരൂലേ, അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോറി പിൻടവർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ? അതായത് അപ്പാരസ്റ്റ് റെക്കോർഡിലുള്ള മെറ്റീരിയൽസ് അല്ലേ ഉദ്ദേശിക്കുന്നത്? അതന്നെ, പാറ്റിക്സ് റെക്കോർഡിൽ നിങ്ങൾ ഫോട്ടോ ഒക്കെ പേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പാറ്റിക്സ് റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് മാം. പിങ്ക് ടവർ, ബ്രൗൺ അങ്ങനെയൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇമേജ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിക്കും. ഞാനിപ്പോ ഇമേജ് എടുത്തിട്ടുണ്ട്, നോക്കട്ടെ. ഓക്കെ, ആ പിങ്ക് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ മാമിന്റെ അവര് കാണിക്കുമ്പോ അതെന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയേണ്ടതാ? ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും, ഇമേജ് മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ, ഇത് എന്താ മെറ്റീരിയൽ ചോദിക്കും. ഇതിൽ ഇമേജ് മാത്രം കാണിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോ ആ ഇമേജ് മാത്രം കാണിച്ചിട്ട് ഞാൻ പറയും ഇത് എന്ത് മെറ്റീരിയൽ ആണ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, കുട്ടികളിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് പറ്റും, ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് കുട്ടികളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു വിചാരിക്കാം. നിങ്ങൾക്ക് പിങ്ക് ടവറിനെ കുറിച്ച് നിങ്ങൾ ആ പ്രാക്ടീസ് റെക്കോർഡിൽ എഴുതിയിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇല്ലേ? അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ക്ലാസ്സുകൾ മലയാളത്തിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ, അതോ അതിലുള്ള അതേ ഡെഫിനിഷൻ ആണ്? മലയാളത്തിന് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇത് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല പറഞ്ഞിട്ടില്ല, അത് ഉടനാണ്. ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഒരു ബാച്ചിൽ ഏതൊരു ബാച്ചിൽ ഒരു കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു പിങ്ക് ടവർ. ആ കുട്ടിയുടെ അച്ഛൻ കാർപ്പന്റർ ആണ്. സോ ആ കുട്ടിക്ക് അത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പിങ്ക് ടവർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ചെയ്ത് എന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം. നമ്മൾ കുറച്ച് കോസ്റ്റ്ലി ആണ്, പിങ്ക് ടവർ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു, അത് നമ്മൾ ചെയ്യിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പൊ നമുക്കത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാല് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, പിന്നെ പിങ്ക് ടവർ ചെയ്യും ചില കുട്ടികള് ചാർട്ട് പേപ്പറില്ലേ, പിങ്ക് ചാർട്ട് പേപ്പർ, അത് യൂസ് ചെയ്ത് പിങ്ക് ടവർ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെ നമുക്ക് കുട്ടികൾക്ക് സോറി ഞാൻ അത് ചോദിക്കാൻ വന്നു. കാർഡ്ബോർഡിൽ ചെയ്തിട്ട് പിങ്ക് പേപ്പർ ഒട്ടിച്ചാൽ പോരെ? ആടാ, അങ്ങനെയും ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പ്രിപ്പയർ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പറയുന്നില്ല പിങ്ക് ടവർ നിർബന്ധമായിട്ട് നിർബന്ധമില്ലെങ്കിലേ ലോഡ് ഇഷ്ടം പോലെ ഉണ്ട്, അത് നിർബന്ധിക്കുന്നില്ല കേട്ടോ. ഓക്കെ മാം, പിന്നെ ഞങ്ങൾ പ്രാക്ടിക്കൽക്ക് വരുന്നില്ല. ആടെ ചെയ്ത വർക്കൊക്കെ എങ്ങനെ ആടന്നെ ചെയ്യേണ്ടത്? മനസ്സിലായില്ലടാ ഗീത? സോറി മാം, കുഞ്ഞുങ്ങൾ എന്റെ ഒരാള് ചോദിച്ചു, ഞമ്മ ഇപ്പൊ ആടെ പ്രാക്ടിക്കൽ ചെയ്യുന്ന സാധനം നമുക്ക് തരുമല്ല ആടന്നെ വെച്ച് തരേണ്ടതോ? പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നല്ല വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, ഭയങ്കര പൈസയാണ്.
ഓരോ മെറ്റീരിയൽസിനും നല്ല കോസ്റ്റ്ലി ആണ്. സോ നിങ്ങളത് അവിടെ വെച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ മാത്രമേ ഇതുള്ളൂ, പെർമിഷൻ ഉള്ളൂ. നമുക്കത് അവിടെ വരുമ്പോൾ യൂസ് ചെയ്യാം എന്ന് മാത്രമാണ്. നമ്മുടെ മോണ്ടിസോറി പറഞ്ഞില്ലേ, മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്, മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ളതാണ്. അത് കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യും, അത് കുട്ടികൾക്ക് മനസ്സിലാക്കും അത് ഇവിടെ ഉള്ള മെറ്റീരിയലാണ്, ഇവിടെ വരുമ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യാനുള്ള ഇതുള്ളൂ എന്ന്. അതേപോലെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ. ആ മാം, ഞാൻ ഫ്രെയിം നോക്കിയായിരുന്നു, ഓൺലൈനിൽ നോക്കിയപ്പോ നല്ല ഒറ്റ ഫ്രെയിമിന് തന്നെ നല്ല ക്യാഷ് ആവുന്നുണ്ട്. പക്ഷെ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇല്ലേ? പറ്റും. അതായത് ബട്ടൺ ഫ്രെയിമിന് തന്നെ 900 എബോ അങ്ങോട്ട് പോകുന്നുണ്ട് ഒറ്റ ഇതിലെ തന്നെ. അതെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ മെറ്റീരിയൽസും, ഏകദേശം എല്ലാ മെറ്റീരിയൽസും വാങ്ങിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. അത് നമ്മൾ അടുത്ത ദിവസം നെക്സ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രസന്റ് ചെയ്യും. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ ഓരോരുത്തരുടെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും, ഫീച്ചേഴ്സും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് മുതൽ കേട്ടോ. മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മുടെ വൈവയ്ക്ക് വേണ്ടിയിട്ടുള്ള വർക്കും ആക്ടിവിറ്റീസും എല്ലാം കംപ്ലീറ്റ് ആയോ, ഇനി ഉണ്ടോ മാം? ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടോ? എന്തേ മാം? 100 മാർക്കിന്റെ അസൈൻമെന്റ് കഴിഞ്ഞു നിങ്ങളുടെ? തന്നിട്ടുണ്ട്. തന്നിട്ടേ ഉള്ളൂ. ഇന്നലെ ജിഷ മാം അല്ല, മെനഞ്ഞാന്ന് ജിഷ മാം തന്നു. ഓക്കെ, 2 വീക്സ് ഉണ്ടല്ലോ. അത് അസൈൻമെന്റ് മാത്രം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വൈവേ ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ആ മിസ്സിനോട് പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ അസൈൻമെന്റ് ചെയ്തിട്ടില്ല, ഞങ്ങള് പിന്നെ അടുത്ത ദിവസം സെൻഡ് ചെയ്ത് തന്നാൽ മതിയോ, അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അത്രയും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഇല്ലാത്ത ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ആ മാം അത് പറഞ്ഞായിരുന്നു, വരുമ്പോഴത്തേക്കും അത് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് മാമിനെ അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. മതി. ഇപ്പൊ എന്റെ ലിസ്റ്റിലാണെങ്കിലും നിങ്ങൾ പിന്നീട് വാട്സ്ആപ്പ് ചെയ്താലും മതി. നമ്പർ പേഴ്സണൽ നമ്പർ. ആക്ടിവിറ്റി ഏതെങ്കിലും ഉണ്ടോ മാമിന്? ഈ ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ ചെയ്യാൻ? കഴിഞ്ഞിട്ട് വേറെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും, ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. മെറ്റീരിയൽസ് ഞാൻ അതിന്റെ ലിസ്റ്റ് ആയിരിക്കും, നിങ്ങൾ എന്തൊക്കെ മെറ്റീരിയൽസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം. ഓക്കെ. ഇനി ആയാലും നമ്മളിപ്പോ ഒരു മെത്തേഡ് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, വൈവേക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. വൈവേ വരെയും നിങ്ങൾ ചിലപ്പോൾ ഫ്രെയിം മാത്രമേ വാല്യൂ ചെയ്യുള്ളൂ. ഫ്രെയിം എല്ലാവരുടെയും കംപ്ലീറ്റ് ആയോ? നോ മാം. ആ മാം, ഷൂ ലേസിൻ്റെതും ബട്ടണും കംപ്ലീറ്റ് ആയി. ഓക്കെ. ഇതിൽ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുണ്ട്. ഷേപ്സിന്റെ ചാർട്ട് അത് നിങ്ങൾ ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. അത് മാത്തമാറ്റിക്കൽ രീതിയിൽ വരുന്ന എന്താണ് നമ്മളുടെ മോൺസോറ പാറ്റിക്സ് എന്ന് പറയുന്നൊരു ആക്ടിവിറ്റി ആണ് ഷേപ്പിന്റെ ചാർട്ട്. അത് ഞാൻ ആ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞുതരാം. സെൻസ് ഓർഗൻസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല അല്ലെ? നോ മാം. സെൻസ് ഓർഗൻസ് ആൻഡ് കളറിംഗ് ബോക്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ. ഫ്രെയിം നിങ്ങൾക്ക് മാക്സിമം ക്രിയേറ്റ് ചെയ്യാം. ഒരു ബേസും ബാക്കി എല്ലാ ഫ്രെയിംസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഞാനിപ്പോ ഒരു മെറ്റീരിയൽ കാണിച്ചു തരാം. ഇതിന്റെ പേര് കളറിംഗ് ബോക്സ് എന്നാണ്. മിസ്, ഈ റെക്കോർഡും അസൈൻമെന്റ് ഒക്കെ അന്ന് കൊണ്ടുവരണ്ടേ അല്ലേ? റെക്കോർഡ് സൈൻ ചെയ്യണ്ടേ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്തതല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈനും സീലും വേണ്ടേ തന്നെയാണ്. അപ്പൊ അന്ന് കൊണ്ടുവരാണെങ്കിൽ ടീച്ചേഴ്സും എക്സാമിനറും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സൈൻ വാങ്ങിക്കാനായിട്ട് വരും. എന്നാൽ മാത്രമേ ആ റെക്കോർഡ് ഒരു വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ. ഇതാണ് കളറിംഗ് ബോക്സ് എന്ന് പറയുന്നത്. സാധാരണ കളറിംഗ് ബോക്സ് വുഡൻ ബോക്സ് ആണ്. ശരിക്കും 11 കളേഴ്സ് ആണ് ഇതിലുള്ള. യെല്ലോ, പിങ്ക്, റെഡ്, ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, റെഡ്, പർപ്പിൾ, ബ്രൗൺ, ഗ്രേ. ഇത്രയും കളേഴ്സ് ആണ് ഈ കളറിംഗ് ബോക്സിലുള്ളത്. ഇത് ശരിക്കും വുഡനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കത് വുഡനിൽ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. നമുക്കത് കാർഡ്ബോർഡിൽ കളേഴ്സ് എന്ത് ചെയ്യാം, പേസ്റ്റ് കളറിംഗ് പേപ്പേഴ്സ് വാങ്ങിച്ചിട്ട് കളർ പേസ്റ്റ് ചെയ്തിട്ട് മറ്റേ നമ്മൾ എന്താ പറയാ, ഗ്ലൂ വെച്ച് ഒട്ടിക്കരുത്. ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാല് ആ കളർ ഷെയ്ഡ് മാറും. സോ നമ്മുടെ സെലോ ടേപ്പ് ഇല്ലേ,
സെല്ലോൺ ടേപ്പ് യൂസ് ചെയ്ത് അത് എന്ത് ചെയ്യുക, കവർ ചെയ്യുകയാണെങ്കിൽ ആ കളർ ഷെയ്ഡ് മാറില്ല, അതേ കളറിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഈ 2 സൈഡിൽ വുഡൻ ആണ്, വുഡന്റെ പീസ് ആണ്, കളർ ഷെയ്ഡ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് വുഡൻ പീസ് ആണ് 2 സൈഡിൽ വന്നിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ റെഡിന്റെ ബ്ലൂവിന്റെ കേസിൽ? സോ ഈ വുഡൻ സൈഡുകൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കാർഡ്ബോർഡോ അല്ലെങ്കിൽ നമ്മള് സ്റ്റിക്ക് ചെയ്യും, നമ്മള് എന്താ പറയാ ഐസ്ക്രീമിനൊക്കെ കിട്ടുന്ന എന്താ പറയുന്നത്, ചോക്ലേറ്റ് ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം, കോൺ ഐസ്ക്രീം, ചോക്കോബാറിൽ കിട്ടുന്ന ചോക്കോബാറിൽ കിട്ടുന്ന ഒരു സ്റ്റിക്ക് ഉണ്ട്, ഒരു വുഡൻ പീസ് കണ്ടിട്ടുണ്ടോ? അത് നമുക്ക് 2 സൈഡിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഒരു റെക്ടാങ്കിൾ ഷേപ്സ് കട്ട് ചെയ്തെടുത്ത് 2 സൈഡിൽ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഈ കളർ പേപ്പറിന് ഇത്രയും പൈസ ഉദ്ദേശിക്കുന്നത് കാർഡ്ബോർഡിൽ കട്ട് ചെയ്തിട്ട് ഐസ്ക്രീം സ്റ്റിക്കിനെ മിഡിലോടെ ഒട്ടിച്ചിട്ട് അങ്ങനെ ഹാൻഡിൽ ക്യാരി ചെയ്യുന്ന മാതിരി, കയ്യിൽ പിടിക്കുന്ന വേണമെങ്കിൽ നമ്മൾ ഈ പോസ്റ്റൊക്കെ പിടിക്കില്ല അതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ 2 സൈഡ്സിലും ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാം. നമ്മൾ ഈ കളറിംഗ് ബോക്സിന്റെ തന്നെ രീതിയിൽ നിങ്ങളെ വോയിസ് കുറച്ച് ഇതായിട്ട് കേൾക്കുന്നു മാം, അക്കൗണ്ട് മാതിരി. ആക്ച്വലി എനക്ക് മാത്രം മീൻസ് അങ്ങനെ ക്ലിയർ ഇല്ല, റഫ് ആയിട്ട് കേൾക്കൂല. എനിക്കും അങ്ങനെ മാം കേൾക്കുന്നത് ശരിക്കും ക്ലിയർ ആവുന്നില്ല, മനസ്സിലാവുന്നില്ല. റൂമിന്റെ ഉള്ളിൽ നിന്നിട്ട് ഫുള്ള് കവറായിട്ട് മുണ്ടിയ പോകുന്ന ആ ടൈപ്പിലായോണ്ട്. എന്റെ വോയിസ് ആണ് ആണ് മാം, വോയിസ് ക്ലിയർ ആവുന്നില്ല പറയുന്നത്. ആണോ? ഇപ്പോഴും ക്ലിയർ ആവുന്നില്ല? ഒരു പോലെ കേൾക്കുന്നു. ഞാൻ ഇന്ന് നമ്മുടെ ക്ലാസ്സിലല്ല ഇരിക്കുന്നത്, വേറൊരു ക്ലാസ്സിലാണ്. എന്താണെന്നറിയില്ല. ഓക്കെ, എന്നുള്ള ഡിസ്റ്റർബൻസ് കൂടുതലാണെങ്കിൽ മേ ബി ഞാൻ വേറെ ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നേരത്തെ ഉണ്ട് മാം, നിമ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. ബട്ട് ഞമ്മ പിക്ചറോ അത് ഇത് നോക്കിട്ട് അതിനെ മനസ്സിലാക്കിട്ട് എടുക്കുന്ന വോയിസ് ക്ലിയർ ആവില്ല. ഓക്കെ, ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഞാനൊന്ന് ബാക്ക് ചെയ്തിട്ട് കോൾ നിന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാട്ടെ. 1 മിനിറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങളെ എല്ലാം ടീച്ചർ ഫസ്റ്റ് എന്താ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞത് നിങ്ങളുടെ ആ ഇതിനെ കുറിച്ച് സ്റ്റാർട്ടിങ്ങില്? അറിയാലോ, ഞാൻ ക്ലാസ് അറ്റൻഡ് ആയിട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അറ്റൻഡ് ആയത്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഇനി ഉടനെ പൂജ ഹോളിഡേസ് വരില്ലേ, അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പ്രാക്ടിക്കലിന്റെ ലൈവ് സെക്ഷൻസ് തുടങ്ങും. അപ്പോ നമ്മുടെ കയ്യിൽ 5th റെക്കോർഡ് എഴുതി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം, മിസ് എടുത്തു വരുമ്പോ നമുക്ക് നോക്കാൻ എളുപ്പത്തിന്. എന്താ കോമഡി മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്താണ് 5th റെക്കോർഡ് കംപ്ലീറ്റ് ആവണമെന്നാണോ? മനസ്സിലായി. വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, നമ്മൾ നെക്സ്റ്റ് ഡേ മുതൽ എന്താണ് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് ഓക്കെയാണ് എല്ലാവർക്കും? മനസ്സിലായോ? ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് മെറ്റീരിയൽസ് ഒരു ദിവസം കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മേ ബി ഒരു 4 മെറ്റീരിയൽസ് മേ ബി ഒരു അവറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പ്രാക്ടിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പൂജ ഹോളിഡേസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, പ്രാക്ടിക്കൽ സെഷൻ വരുന്നത്, ലൈവ് പ്രാക്ടിക്കൽ സെഷൻ വരുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ദെൻ പ്രാക്ടിക്കൽ ക്ലാസ്സിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, റെക്കോർഡ് വേണം, 5th റെക്കോർഡ് വേണം. മാം ഒരു കാര്യം ചോദിക്കട്ടെ? ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറയുന്നേ, ഇപ്പം 1st 2nd ഓൾമോസ്റ്റ് ഫിനിഷ് ആവുന്നതേ ഉള്ളൂ. 3rd 4th ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് പ്രാക്ടിക്കൽ സെഷന് വരുമ്പോ 5th മാത്രം ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? 1st 2nd 5th മാത്രം കൊണ്ടുവന്നോ? ഫിനിഷ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഫിനിഷ് ചെയ്ത റെക്കോർഡ്സ് കൊണ്ടുവരാനും അത് സൈൻ ചെയ്യിക്കാനും പറ്റും. ചോദിച്ചോട്ടെ? ഞാൻ 5th റെക്കോർഡ് എഴുതി, എനിക്ക് പേജസ് വന്നിട്ട് തികഞ്ഞില്ല. അത് നമ്മൾ എന്ത് ചെയ്യണ്ടേ?
ജസ്റ്റ് ഒരു റെക്കോർഡ് ഏതെങ്കിലും ഒരു റെക്കോർഡിലേക്ക് അത് ബാക്കിയുള്ളത് എന്ത് ചെയ്യാം എഴുതാം കേട്ടോ. ആക്ഷൻ ടൈമിലൊക്കെ എഴുതാലോ, കുഴപ്പമുണ്ടാവില്ലല്ലോ. മനസ്സിലായില്ല. എടാ റൈം എന്ന് പറയുന്ന റെക്കോർഡില്ലേ, ആക്ഷൻ റൈം ബുക്ക്, അതിൽ പേജസ് ബാലൻസ് ഇല്ലേ? അല്ല, ഞാൻ അത് തുടങ്ങിയില്ല. ഫസ്റ്റ് റെക്കോർഡും മറ്റേ 5th റെക്കോർഡും മാത്രമേ ഞാനിപ്പോ എഴുതി. ഫസ്റ്റ് റെക്കോർഡ് മാത്രമേ കംപ്ലീറ്റ് ചെയ്ത് 5th റെക്കോർഡ് ഇപ്പൊ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. വേറെ ഏതെങ്കിലും റെക്കോർഡിൽ എഴുതാട്ടോ. ഓക്കെ മാം, താങ്ക് യു. മാം ജിഷ മാം പറഞ്ഞിട്ടുണ്ടായത് ഏത് പെൻഡിങ് ഇല്ല പേജ് അതിനെ എടുത്തിട്ട് ഒട്ടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാന്ന്. ആ പേജ് റെക്കോർഡ് തന്നെ ഒട്ടിച്ചിട്ട്. പക്ഷെ ആ കുട്ടി അത് ചെയ്തിട്ടില്ലടാ, വേറെ റെക്കോർഡുകളൊന്നും ചെയ്തിട്ടില്ല. വേറെ റെക്കോർഡിന്ന് കീറി ഒട്ടിച്ചാ മതിയോ? അതായാലും മതി. ഓക്കെ മാം. നമുക്ക് 5th റെക്കോർഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡാണ്. ഇതറിയാലോ, നമ്മുടെ റെക്കോർഡ് സെഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡ് ഏതാണ്? 5th ആണ് കേട്ടോ. അത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക. 5th റെക്കോർഡിന്റെ PDF ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യില്? ഉണ്ട് മാം. പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ സമയത്ത് 5th റെക്കോർഡ് കംപ്ലീറ്റ് ആവാത്തവര് PDF ആയാലും കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ മാം, അതുപോലെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ 5th റെക്കോർഡിൽ പേസ്റ്റ് ചെയ്യേണ്ട പിക്ചേഴ്സിന്റെ ഒരു ഫോട്ടോ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു PDF ആയിട്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ജിഷ മാം പറഞ്ഞു അതിന്റെ പേരും കൂടി ഉള്ളവരെന്ന് അയച്ചു തരാം. അത് അയച്ചു തന്നിട്ട് പിക്ചേഴ്സ് ഒട്ടിച്ചാൽ മതിയോ? അങ്ങനെ അയച്ചു തരാണെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോ പ്രാക്ടിക്കൽ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നതിപ്പോ ബ്രൗൺ സ്റ്റെയർ ആണ്. ബ്രൗൺ സ്റ്റെയർ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇത് ബ്രൗൺ സ്റ്റെയർ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ബ്രൗൺ സ്റ്റെയർ ഒട്ടിക്കാം. അതിനിടയിൽ ബ്രൗൺ സ്റ്റെയർ എന്നുള്ള പേര് നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. വെയിറ്റ് ചെയ്യണ്ട, പക്ഷെ നമുക്ക് ടൈം കിട്ടണമെന്നില്ലല്ലോ. മാം, 5th റെക്കോർഡിൽ നമുക്ക് ഫോട്ടോസ് ഒട്ടിക്കാനുണ്ടോ? ഫോട്ടോസ് ഒട്ടിക്കാനുണ്ട് കേട്ടോ. അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഓക്കെ, ദെൻ നമ്മള് ക്ലാസ്സിലേക്ക് പോവാലോ. യെസ് മാം. ഓക്കെ, അപ്പൊ നാളെ മുതൽ പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങാന്ന് ഫ്രണ്ട്സിനോടൊക്കെ പറയണം. അവരോട് എല്ലാവരും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയണം. പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും, അല്ലാത്തവരും നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് കാണണം കേട്ടോ. നിങ്ങളൊരു മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇതിന്റെ ഒരു എന്താ പറയാ ഹാർട്ട് നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നും. മോണ്ടിസോറി മെത്തേഡിന് തന്നെ ഒരു ഹാർട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താ പറ്റാ, അതേപോലെയാണ് നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ്. നമുക്കറിയാലോ, നമ്മുടെ ഈ മെത്തേഡ് മെയിൻലി എന്തായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് വർക്ക് മെറ്റീരിയൽസ് അല്ലെ. സോ ഈ ഒരു വർക്ക് മെറ്റീരിയൽസും നമ്മള് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനാണ്. എന്താണ് മാം നാളെ മുതൽ പ്രാക്ടിക്കൽ സ്റ്റാർട്ടാ മാം? നൈറ്റ് അല്ല ആഫ്റ്റർനൂൺ തന്നെ? ആഫ്റ്റർനൂൺ തന്നെ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മള് സ്കൂളില് ട്രെയിനിങ്ങിന് പോയവരെ വൈവേക്ക് വരുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണോ? ട്രെയിനിങ്ങിന് പോയ ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്താലും മതി. നിങ്ങൾക്ക് അവിടെ മാർക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതൊന്ന് ഫോട്ടോ എടുത്തു തന്നാലും മതി. ഓക്കെ. ഇപ്പൊ വോയിസ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, നമ്മള് മോണ്ടിസോറി പാർട്ട് 3 നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നോർമലൈസേഷൻ എടുത്തു അല്ലെ? ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്തോ? യെസ് മാം, അത് 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നോട്ടി ചിൽഡ്രനെ എക്സ്പ്ലെയിൻ ചെയ്തു, വീക്ക് എക്സ്പ്ലെയിൻ ചെയ്തു, ബ്രൈറ്റ് ചിൽഡ്രൻ എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്കറിയാം ഡീവിയേഷൻ എന്ന് പറയുന്നത് ആ നോർമൽ ലൈനിൽ നിന്ന് മാറി വ്യതിചലിച്ച് സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു കുട്ടി ഡീവിയേറ്റഡ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഡീവിയേഷൻ എപ്പോ വേണമെങ്കിൽ എന്താണ് പേരെന്ന് പറയോ? ഓക്കെ, പേജ് നമ്പർ 114 സോറി 114 അല്ല 114. ഓക്കെ, താങ്ക് യു.
ഓക്കെ, ഡീവിയേഷൻ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു വ്യക്തിയുടെ ലൈഫിൽ വരാവുന്ന ഒരു ഫാക്ടറാണ് ഡീവിയേഷൻ. നോർമൽ ലൈൻ ഓഫ് ഇതിൽ നിന്ന് കുട്ടികൾ വ്യതിചലിക്കുമ്പോൾ നമ്മൾ ഡീവിയേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഡീവിയേഷൻ മേ ബി നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഉണ്ട്, ഫിസിക്കൽ ഡീവിയേഷൻ ആൻഡ് മെന്റൽ ഡീവിയേഷൻ. അതിൽ ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ട് നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബട്ട് മെന്റൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പാടാണ്. ഓക്കെ, മെന്റൽ ഡീവിയേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. സോ ഒരു കുട്ടീനെ സംബന്ധിച്ച് നമ്മൾ നോക്കി കുറച്ച് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതെല്ലാമാണ് ടൈപ്സ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസിനെ കുറിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നോട്ടി ചിൽഡ്രൻ, ഭയങ്കരമായിട്ട് നോട്ടി ആയിട്ടുള്ള ചിൽഡ്രൻസിനെയാണ് നമ്മൾ നോട്ടി ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ എന്താ പറയാ ഭയങ്കരമായിട്ട് എന്താണ് സ്ട്രോങ് ബിഹേവിയർ ആൻഡ് വയലൻസ് ഒക്കെ ആയിരിക്കും ആ കുട്ടികൾക്ക് വരുന്നത്. അവര് പെട്ടെന്ന് ദേഷ്യം വരും, മറ്റുള്ളവർ ഉപദ്രവിക്കും, കിക്ക് ആൻഡ് ബൈറ്റ് ഒക്കെ ചെയ്യും, മുതിർന്നവർ പറയുന്നതൊന്നും അനുസരിക്കില്ല, ഭയങ്കര വൃത്തിയായിട്ടുള്ള സ്വഭാവമായിരിക്കും, മറ്റുള്ളവർ ഉപദ്രവിക്കുക, കുട്ടികൾ ഉപദ്രവിക്കുക, ഫ്രണ്ട്സിനെ ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് അവരുടെ എന്താണ് മെയിൻ ആയിട്ടുള്ള ഹോബീസ് എന്ന് തന്നെ പറയാം. ഓക്കെ, നോട്ടി ചിൽഡ്രൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ മനസ്സിലായതല്ലോ എല്ലാവർക്കും. ബിഗ് ചിൽഡ്രൻസ് ആണ് അവര് ശരിക്കും കാണാനൊക്കെ നല്ല മിടുക്കരൊക്കെ ആയിരിക്കും, ഗുഡാണ് നമുക്ക് തോന്നും, പക്ഷെ അവർ മടിയന്മാരാണ്. അവർക്ക് അഡൽട്ടിനോട് ഭയങ്കര പേടിയായിരിക്കും. അവരുടെ സ്വഭാവത്തില് കള്ളം പറയുന്നതും സ്റ്റീലിംഗ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കള്ളം ചെയ്യും, കള്ളം പറയും, ഇതൊക്കെ അവരുടെ സ്വഭാവ ക്യാരക്ടറാണ്. ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഈ കുട്ടികൾ ശരിക്കും നല്ല ബ്രൈറ്റ് ആയിരിക്കും, പഠിക്കാനൊക്കെ നല്ല മിടുക്കന്മാരായിരിക്കും. പക്ഷെ അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, അവരുടേതായ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത്, ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ആ വേൾഡിന്റെ ഉള്ളിൽ ജീവിക്കാനാണ് ഈ കുട്ടികൾക്ക് ഇഷ്ടം. ബ്രൈറ്റ് ചിൽഡ്രൻസിന് കൂടുതലായിട്ട് താല്പര്യം. ഓക്കെ, അവര് മറ്റുള്ളവരെ ഫൈറ്റ് ചെയ്യാനോ ശത്രുത ഉളവാക്കുന്ന സിറ്റുവേഷൻസിലേക്കോ ഒന്നും പോകില്ല. അവരുടെ റിയാലിറ്റിയിൽ നിന്ന് ടേൺ ബാക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവരുടേതായ ഒരു ഫാന്റസിക് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വേൾഡിലാണ് അവർ ജീവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഉണ്ട്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് ആളെന്ന് വിചാരിക്കും, പക്ഷെ അവരുടെ മൈൻഡ് എവിടെയായിരിക്കും, വേറെ എവിടെയെങ്കിലും വേറൊരു ലോകത്തായിരിക്കും, മറ്റൊരു ലോകത്തായിരിക്കും. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുന്നത്. അതിൽ ആരൊക്കെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്? നമ്മുടെ മനസ്സ് എവിടെയൊക്കെ സഞ്ചരിച്ച് വേറെ എവിടെയെങ്കിലും സഞ്ചരിച്ചവരുണ്ടോ? ചില മനസ്സ് വേറെ എവിടെയെങ്കിലും ആയവരുണ്ടോ? ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ സംഭവിക്കും. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്റെ മനസ്സിലെ അതൊരു ഡീവിയേറ്റഡ് ആയിട്ടുണ്ടല്ലോ, ഐഡന്റിഫൈ ചെയ്യാം അതൊരു ഡീവിയേഷൻ ആണ്. ചിലപ്പോ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ഡീവിയേറ്റഡ് ആവുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈം നിന്നോട് റീഡ് ചെയ്യാൻ പറയും. ഡീവിയേറ്റഡ് ആവുമ്പോൾ പെട്ടെന്ന് ഒന്ന് റീഡ് ചെയ്യിട്ടാ. ചിലപ്പോ ആ ടൈമിൽ പെട്ടെന്ന് ഞാൻ ഡീവിയേറ്റഡ് ആയി പോകാറുണ്ട്. നമ്മുടെ മൈൻഡിലേക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ട എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ പെയിന്റിങ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ പെട്ടെന്നായിരിക്കും എനിക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നത്. അതെല്ലാവർക്കും നോർമലി സംഭവിക്കുന്നതാണ്. ഡീവിയേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധാരണ ഡീവിയേഷൻ സംഭവിക്കാം, അത് നോർമൽ ആണ്. പക്ഷേ അത് എക്സ്ട്രീം കേസിലേക്ക് ആവുമ്പോഴാണ് അതിന്റെ കോംപ്ലക്സിറ്റി കൂടുന്നത്. അത് എക്സ്ട്രീം കേസിലേക്ക് ആവുമ്പോൾ നമ്മളത് കറക്റ്റ് ടൈമിൽ ഐഡന്റിഫൈ ചെയ്ത് ആ കുട്ടീനെ നോർമൽ സ്റ്റേറ്റ് ആക്കിയില്ലെങ്കിൽ ആ കുട്ടി ഫുൾ ആയിട്ട് ഡീവിയേറ്റഡ് ആവും. ഓക്കെ, നമുക്കറിയാലോ കുട്ടികള് പാവക്കുട്ടികളെയൊക്കെ വെച്ച് കളിക്കാറുണ്ട്, ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അവർ കളിക്കാറൊക്കെ ഉണ്ട്, പ്ലേ ഒക്കെ ചെയ്യാറുണ്ട്. റോൾ പ്ലേ ഒക്കെ അവർ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും ഇല്ലേ? റോൾ പ്ലേ ഒക്കെ ചെയ്യില്ലേ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയൊക്കെ കുട്ടികളുടേതായ രീതിയിൽ ചെയ്യും. പക്ഷെ അത് നോർമലാണ്, എല്ലാ കുട്ടികളും ചെയ്യും. പക്ഷെ അവരത് ഫുൾ ടൈം ആ പാവക്കുട്ടിനെയും കൊണ്ട് നടക്കുന്നു, അവനെ കുളിപ്പിക്കുന്നു, അവന് ഭക്ഷണം കൊടുക്കുന്നു, ഉറങ്ങുമ്പോൾ പോലും ആ പാവക്കുട്ടിനെ കുട്ടിയിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കണം, അത് ഡീവിയേഷന്റെ ഭാഗമാണ്. ഓക്കെ, അതേപോലെ തന്നെ അവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഈ മൊബൈൽ ഫോൺ എപ്പോഴും യൂസ് ചെയ്യുന്നു. അത് ഉറങ്ങുമ്പോൾ പോലും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ ചില കുട്ടികൾ. ഞാൻ വീഡിയോസ് കണ്ടാണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ഫോണൊന്നും കയ്യിലില്ല, പക്ഷെ അവരുടെ മനസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിലെന്താണ്? ഡീവിയേഷൻ ആണ്.
അങ്ങനെ നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ കുട്ടികൾ എന്ത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്, അവർ ഏത് ക്ലാസസ് ഓഫ് ഡീവിയേഷൻ ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ഇനി നമ്മള് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോണ്ടിസോറി ക്ലാസസ് ഓഫ് ഡീവിയേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചിൽഡ്രൻസിന് നമ്മൾ പറഞ്ഞു. നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻസിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ജസ്റ്റ് മറ്റൊന്ന് എന്താ പറയാ ഡിഫറൻസ് ഉണ്ട്. Children's may deviated characteristics be quite in prepared environment. നമ്മൾ ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർ കുറച്ച് ക്വയറ്റ് ആവും. അപ്പൊ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും കാണുമ്പോൾ ഫസ്റ്റ് ആദ്യം അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും പിന്നീട് അവർ റിപ്പീറ്റ്ലി നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം അവർ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കില്ല. മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു വലിയ ഇൻട്രസ്റ്റ് കാണിക്കില്ല. നമ്മൾ റിപ്പീറ്റ്ലി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും, അതൊന്ന് ഒബ്സർവ് ചെയ്യും. പിന്നെ അവര് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. പിന്നെ അത് ഒബ്സർവ് ചെയ്യുന്നു, ഓരോ കുട്ടികളും ചെയ്യുന്ന വർക്കുകൾ കണ്ട് അവർ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാൻ തുടങ്ങും. പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. Children attain control over their movements. ആദ്യം കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനോ ഒന്നും പറ്റണമെന്നില്ല. പിന്നീട് അവൻ റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യുന്നതിലൂടെ അവൻ ആ പ്രോപ്പറായിട്ട് മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ അവർക്ക് ആ മെറ്റീരിയൽസും കാര്യങ്ങളും നല്ലൊരു ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു മെറ്റീരിയൽ ആയാലും അത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റുന്നത്. ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി മെത്തേഡിൽ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റ്. അതേപോലെ ഐ ഹാൻഡ് കോർഡിനേഷൻ, ഇതെല്ലാം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുട്ടിയുടെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, കുട്ടി വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് കോൺസെൻട്രേഷൻ കൂടും, അല്ലെ? റിപ്പീറ്റ്ലി ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടി ആ വർക്ക് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുന്നു. ബാക്കി കുട്ടിയുടെ നെഗറ്റീവ് ആയിട്ടുള്ള ത്രെഡ്സ് വെച്ചാൽ ഡീവിയേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്ത് ചെയ്യും, എല്ലാം പോകും, നല്ല ഡിസപ്പിയർ ആവും. അവൻ ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിട്ട് അവൻ ഇരികെ ചെയ്യും. ആ കുട്ടികള് കൂടുതൽ സെൽഫ് കൺട്രോളും ഒബീഡിയന്റും നല്ല പേഷ്യൻസും ഉള്ള നല്ല സെൽഫ് ഡിസിപ്ലിൻ ഉള്ള കുട്ടികളായിട്ട് മാറും. ഈ കുട്ടികള് നോർമൽ ചൈൽഡായി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ നമ്മള് എന്താണ്, കുട്ടികളിലെ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് റെസ്പെക്ട്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി പഠിച്ചു തുടങ്ങും. ദെൻ അവർ നല്ലൊരു ഐക്യത്തോടു കൂടി അവർ ആ എൻവയോൺമെന്റിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഈ ഡീവിയേഷനിൽ നിന്ന് നോർമലൈസ്ഡ് ആകുമ്പോൾ ആ കുട്ടികൾ നമ്മൾ പറയുന്ന പേരാണ് ന്യൂ ചിൽഡ്രൻ. എന്താ പറയുന്നത്, ന്യൂ ചിൽഡ്രൻ. ആൻഡ് ക്യാൻ ബി റെഫേഴ്സ് ആസ് നോർമലൈസ്ഡ്. നമ്മൾ ഈ കുട്ടികളെ നമ്മൾ നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ന്യൂ ചിൽഡ്രൻസിന് നമ്മൾ പറയുന്ന രണ്ട് പേരുകളുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആൻഡ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ്. ഈ ന്യൂ ചിൽഡ്രൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന രണ്ട് പേരാണ് പറഞ്ഞത്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ഓക്കെ, ഒന്ന് എഴുതി വെക്കുക കേട്ടോ, 1 മിനിറ്റ്. സെക്കൻഡ് വൺ ഒന്നുകൂടെ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാം. Society of New Children and Society of Cohesion. Society by cohesion. Society of nothing. ഓക്കെ, ന്യൂ ചിൽഡ്രൻസിന്റെ ആ ഒരു സൊസൈറ്റിയിൽ നമ്മൾ പറയുന്നത് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. നോർമലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഇപ്പൊ ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട്, സോ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇപ്പോ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഓൾറെഡി ചെറുതായിട്ട് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്നു, വീഡിയോ സ്റ്റക്കായി സൗണ്ട് മാത്രം. ഇപ്പൊ അങ്ങനെ വരുന്നുണ്ടോ?
ഇല്ല മാം. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ നോക്കാം. ടൈപ്സ് ഓഫ് ഡീവിയേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടി വരുമ്പോൾ ആ കുട്ടി ഡീവിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ലോ ചൈൽഡ് ആണോ, വീക്ക് ചിൽഡ്രൻ ആണോ, ബ്രൈറ്റ് ചിൽഡ്രൻ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. ഈ ഓരോ ചിൽഡ്രൻസും ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഡിഫറെന്റ് ആണ്, എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. ചിൽഡ്രൻസ് വിത്ത് ഡീവിയേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഈ കുട്ടികളുടെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവര് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവർക്ക് ആ കുട്ടികളിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. മെറ്റീരിയൽസും കാര്യങ്ങളും ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഓരോ മെറ്റീരിയൽസും ഇങ്ങനെ കൺട്രോൾ ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും, മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. ആൻഡ് ദേ അറ്റൈൻ ദ പവർ ഓഫ് ഓവർ ദംസെൽഫ്. അവർക്ക് ഹാൻഡ് മൂവ്മെന്റ്സ്, അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും കുട്ടികൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറിയില് കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഓരോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആദ്യം ഒരു ബെഞ്ചിൽ സ്റ്റാച്ചു പോലെ ഇരിക്കുകയല്ല, അവര് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ല ഹൈ ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല മൂവ്മെന്റ്സ് ഉള്ള കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ലതായിരിക്കും. കേട്ടിട്ടുണ്ടോ? മെന്റൽ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും എന്നൊക്കെ? ഇല്ല അല്ലെ? ഓക്കെ. എപ്പോഴും മൂവ് ചെയ്തോണ്ടിരിക്കുന്ന കുട്ടികളുടെ ആ, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോട്ടിച്ച് ചൈൽഡ് അല്ല കേട്ടോ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന കുട്ടികൾ, ഇപ്പൊ ഡാൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളില്ലേ, ഡാൻസ് സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. നമ്മൾ കുട്ടികളോട് പറയാറില്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ടയേർഡ് ആവുമ്പോൾ നമ്മളൊന്ന് എന്ത് ചെയ്താൽ മതി, കുറച്ച് എക്സസൈസും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. എന്റെ ഞാൻ ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്യുന്ന അറിയാമോ, എല്ലാ കുട്ടികളെ കൊണ്ടും എന്ത് ചെയ്യും, പണിഷ്മെന്റ് ഒന്നല്ല, ഞങ്ങളിങ്ങനെ ഒരു കഴിഞ്ഞ് കഴിയുമ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇത് വരുമല്ലേ, ഉന്മേഷക്കുറവൊക്കെ വരും, നമുക്ക് ഉറക്കമൊക്കെ വരും അല്ലെ. ആ സമയമാകുമ്പോൾ ഞങ്ങളുടെ മിസ്റ്റർ എന്താ ചെയ്യാന്നറിയാമോ, ഞങ്ങളെ കൊണ്ട് ഏറ്റുടിപ്പിക്കും. എല്ലാവരും കൊണ്ടുപോയിട്ടാ, ഞങ്ങൾ കൊണ്ടുപോയി ഏറ്റുടിപ്പിക്കും. ഇങ്ങനെ ഏറ്റുവിട്ടോളാൻ പറയും. അപ്പൊ എന്താണ്, നമ്മൾ കുറച്ചു നേരം അങ്ങനെ ചെയ്യും, 10 times ആണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു കുറച്ചും കൂടെ എനർജി ഫീൽ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താലും മതി. ഒന്ന് സ്റ്റാൻഡപ്പും എന്താ പറയാ സിറ്റപ്പും പറഞ്ഞിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഉഷാറാവും. മൂവ്മെന്റ്സ് കുറച്ചും കൂടി ഒരു എനർജി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെറുതെ അനങ്ങാതിരിക്കുന്ന കുട്ടിനേക്കാളും മൂവ് ചെയ്യുന്ന കുട്ടിയാണ് കുറച്ചും കൂടി നല്ലത്. കാരണം ഒന്നും ചെയ്യാ, ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടിയെ നമുക്ക് നോർമൽ ചൈൽഡ് ആക്കുന്നതിനും അത്യാവശ്യം ഈ എന്താ പറയാ കുറച്ച് റെസ്പോൺസ് ഒക്കെ ചെയ്യുന്ന നല്ല മൂവ്മെന്റ്സ് ഒക്കെ ഉള്ള കുട്ടികൾ നോർമൽ ചൈൽഡ് ആക്കാനാണ് എളുപ്പം. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നോട്ടി ചിൽഡ്രൻസ് ഇല്ലേ, അവരെ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് നോർമൽ ചൈൽഡ് ആക്കാൻ. പക്ഷെ വീക്ക് ചിൽഡ്രന് കുറച്ചും കൂടി ടൈം എടുക്കും, കുറച്ചും കൂടി എഫേർട്ടും ടൈമും കൂടുതലാണ് നമുക്ക് നോർമൽ ചൈൽഡ് ആക്കാനായിട്ട്. വീക്ക് ചിൽഡ്രന് കുറച്ചും കൂടി എഫേർട്ടും ടൈമും എന്താണ് കൂടുതലായിരിക്കും. നമുക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നോർമൽ ചൈൽഡ് ആക്കി മാറ്റാൻ കുറച്ച് ടാസ്ക് ആണ്. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാലോ? ടൈപ്സ് ഓഫ് ഡീവിയേഷൻ റീഡ് ചെയ്താലോ? നോക്കാം. Some of the deviation Montessori described as seen in different forms in different types. Montessori പറഞ്ഞിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ഡിഫറെന്റ് ഫോംസിലാണ് നമ്മൾ നോക്കുന്നത്. ഡിഫറെന്റ് ക്ലാസ്സസ് ആണ്. നോട്ടി, വീക്ക്, ബ്രൈറ്റ് ഓഫ് ചിൽഡ്രൻസ്. Still others are untuned to just one type. മറ്റുള്ളത് ഇതിൽ നിന്ന് വേർതിരിവുണ്ട്. Children with deviated characters become quite in prepared environment. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മളുടെ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ, മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ക്വയറ്റ് ആയിരിക്കും, സൈലന്റ് ആയിരിക്കും. സിൻസ് ദേ ബിക്കം സ്റ്റാർട്ട് വർക്കിംഗ്, ഇപ്പൊ മുതൽ അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ അവർ കുറച്ച് ക്വയറ്റ് സൈലൻസ് ആയിരിക്കും. ഓൺ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ്, നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ കുട്ടികൾ ക്വയറ്റ് ആവാനായിട്ട് തുടങ്ങും, സൈലന്റ് ആവാനായിട്ട് തുടങ്ങും. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് ടോയ്സ് കാര്യങ്ങൾ കൊടുത്താൽ തന്നെ സൈലന്റ് ആവും.
ഒന്ന് ആലോചിച്ച് ഈ മെറ്റീരിയൽസും കാര്യങ്ങളുമാണ് നമ്മൾ കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അപ്പോൾ അവര് കംപ്ലീറ്റ്ലി എന്തായാലും മാറും, സൈലന്റ് ആയിട്ട് മാറും. അല്ലെങ്കിൽ അവരെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്തെങ്കിലും സൈലന്റ് ആവും. ഓക്കെ, ഏതെങ്കിലും മെറ്റീരിയൽസ് നമ്മൾ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തവരുണ്ടോ? നമ്മുടെ സ്വന്തം കുട്ടിക്ക് ആർക്കെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെയ്ത ഏതെങ്കിലും മെറ്റീരിയൽ? വീൽസ് ചെയ്തിട്ടുണ്ടോ? ഏതാണ്? ബീഡ്സ് കൊടുത്തു. ഓക്കെ, അപ്പൊ എങ്ങനെ എന്റെ കുട്ടി സൈലന്റ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കൗണ്ട് ചെയ്യോ? അവനിപ്പോ UKG പഠിക്കുന്ന ഇളയാളെ. അപ്പൊ ഇളയാൾ UKG പഠിക്കുന്ന UKG. ഓക്കെ, പറഞ്ഞോടാ നിമ്മി. കേക്കാം. റേഞ്ച് ഇഷ്യൂ ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മളുടെ മെറ്റീരിയൽസ് ഇളയാള് UKG ഓക്കെയാണ്. മെറ്റീരിയൽസ് നമ്മള് അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ കുട്ടികൾ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? അഡാപ്റ്റ് ആവാനായിട്ട് തുടങ്ങും. ചിൽഡ്രൻ അറ്റൈൻ കൺട്രോൾ ഓവർ ദയർ മൂവ്മെന്റ്സ്. നമ്മൾ ഡീവിയേറ്റഡ് കുട്ടികൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ അവരുടെ മൂവ്മെന്റ്സ് കൺട്രോൾ കുട്ടികൾക്ക് കിട്ടും. ആൻഡ് ദേ അറ്റൈൻ പവർ ഓവർ ദംസെൽഫ്. അവരുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള പവർ അവർക്ക് കിട്ടും. വിത്ത് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ. പിന്നീട് കുട്ടികളിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. കാരണം വർക്ക് ചെയ്യാണത്. വീട്ടിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കാര്യങ്ങളും ഇൻക്രീസ് ആവും. All the negative threats found in children before they came to contact with the prepared environment will be disappear. നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുന്നതിന് മുമ്പ് കുട്ടികളിൽ ഉണ്ടായിരുന്ന മറ്റു നെഗറ്റീവ്സ് കാര്യങ്ങൾ, അതേപോലെ ഡീവിയേഷൻസും കാര്യങ്ങളും എല്ലാം എന്താവും? ഡിസപ്പിയർ ആവും. They develop power of self-control and obedience. കുട്ടികൾ തന്നെ അവരുടെ സെൽഫ് കൺട്രോൾ ആൻഡ് ഒബീഡിയൻസ് ഡെവലപ്പ് ചെയ്യും. They offer mutual help and provide moral help to their peers. അവർ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഒരു മ്യൂച്വൽ ഹെൽപ്പും മോറൽ ഹെൽപ്പും കാര്യങ്ങളും കുട്ടികൾക്ക് അവരുടെ പിയർ ഗ്രൂപ്പ്സ് അവരുടെ ഫ്രണ്ട്സിനും പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങും. അവരൊരു നല്ല ഐക്യത്തോടു കൂടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവർ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് വർക്ക് ചെയ്യുന്നത്. They are okay, they are able to work in harmony. നല്ല ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യും. They are refers to as new children. അങ്ങനെ നമ്മൾ educated childrens വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിലൂടെ പ്രിപ്പയർ എൻവയോൺമെന്റിൽ വെച്ച് അവർക്ക് വരുന്ന ആ ഒരു മാറ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് നോർമലൈസേഷൻ. ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ പറയുന്നത് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, നമ്മളിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഞാനിപ്പോ പഠിപ്പിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് അല്ലെങ്കിൽ സ്കൂളില് ഒരു കുട്ടി ഒന്നും എഴുതുന്നില്ല. LKG സെഷൻ ആണ്. നമ്മൾ പറയുന്നത് ഒന്നും മനസ്സിലാക്കുന്നില്ല. അവന് ഹാൻഡ് റൈറ്റിംഗ് പോലും പ്രോപ്പർ അല്ല. അവരെ എഴുതാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ എന്റെ മുമ്പിൽ ഒരു കുട്ടി വരാണെങ്കിൽ ഞാൻ ഫസ്റ്റ് അവന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവന് വരയ്ക്കാനുള്ള ക്രയോൺസും പേപ്പേഴ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അവൻ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കും. അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താണ് നമ്മളൊന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഡ്രോ ചെയ്യുന്നത് പ്രോപ്പർ അല്ല, ആ ഒരു ലൈന് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്, അത്യാവശ്യം വൃത്തിയിലോ നല്ല ചെയ്യുന്നെങ്കിൽ അവൻ റിപ്പീറ്റ് ഞാൻ ഡ്രോയിങ് കാര്യങ്ങള് വീണ്ടും ചെയ്യിക്കും. അങ്ങനെ ഡ്രോ ചെയ്യിക്കുമ്പോൾ അവന്റെ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആവും. ആ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആവുമ്പോൾ കുട്ടികള് എന്ത് ചെയ്യാൻ തുടങ്ങും? നല്ല കറക്റ്റ് ആയിട്ട് ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് ഞാൻ എന്ത് ചെയ്യും? ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഒരു കുട്ടിയെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഫസ്റ്റ് ദെൻ അവരെ നോർമലൈസ് ആക്കാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മളുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഒരു കുട്ടി ആൽഫബറ്റ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, എഴുതുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സിലൂടെ അവർ സെൻസ് ചെയ്യും. എ എങ്ങനെയാണ് എഴുതുന്നത് സെൻസ് ചെയ്യാണ്. ആ ടച്ച് ചെയ്തവർ മനസ്സിലാക്കും എ എങ്ങനെയാണ്,
ബി എങ്ങനെയാണ്, സി എങ്ങനെയാണെന്നുള്ളതൊക്കെ സെൻസ് ചെയ്ത് മനസ്സിലാക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് ആൽഫബറ്റ് ചാർട്ട്, പിന്നെ ഫ്ലാഷ് കാർഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കഴിയുമ്പോൾ അവർ നോർമലി എന്ന് പറയുന്ന അക്ഷരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കുട്ടികളെ കാര്യങ്ങളിലൊക്കെ എഴുതാനൊക്കെ പറ്റും. അവരെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യും എ എന്ന് പറയുന്നത് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ഓരോ മെത്തേഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? എങ്ങനെ ഒരു ഡീവിയേറ്റ് ചൈൽഡിനെ നോർമലൈസ്ഡ് ചൈൽഡാക്കി മാറ്റുക എന്നുള്ളത് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ, ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ബാക്കിയുള്ളവരൊക്കെ വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് ഡീവിയേഷൻസ് നോക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സൈക്കിക് ഫാക്ട്, അതേപോലെ സൈക്കിക് ബാരിയർ, അറ്റാച്ച്മെന്റ്, പൊസസീവ്നെസ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഫിയർ. ദെൻ ലാസ്റ്റ് വരുന്നത് ലൈ ആണ്, ലൈസ്. അപ്പൊ ബാക്കിയുള്ള ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിലാണെന്ന് പറയാൻ പറ്റില്ല, നെക്സ്റ്റ് വീക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, മറന്നൊന്നും പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്സ് ഓരോ ടീച്ചേഴ്സും എടുക്കുന്ന പ്രാക്ടിക്കൽ മെറ്റീരിയൽ ഏതെല്ലാമാണ്, അത് ഏത് ഏരിയയിൽ നിന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മാത്തമാറ്റിക്കൽ ഏരിയ ആണ് ഡീൽ ചെയ്യുന്നത്. മോണ്ടിസോറിയിലെ മാത്തമാറ്റിക്കൽ ഏരിയ ആണ് ഞാൻ ഡീൽ ചെയ്ത ടോപ്പിക്. സോ മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന മെറ്റീരിയൽസും കാര്യങ്ങളായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുട്ടികളുടെ കൗണ്ടിങ് മുതൽ ഡിവിഷൻ വരെ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് എടുക്കുന്നത്. എന്റെ ഏരിയ മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. നിങ്ങൾക്ക് തേർഡ് ടെസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലേ? ആ ഒരു ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ ഏരിയയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ആ തേർഡ് ടെസ്റ്റ് നാളെ ഒന്ന് റീഡ് ചെയ്തിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ. തേർഡ് ടെസ്റ്റില് തേർഡ് മൊഡ്യൂളില് മാത്തമാറ്റിക്കൽ ഏരിയ ഏറ്റവും ലാസ്റ്റത്തെ ഏരിയ ആണ്. ആ ഏരിയ ഒന്ന് റീഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും ക്ലാസ്സിലേക്ക് വരാൻ. റീഡ് ചെയ്യാനല്ലേ ഉള്ളൂ, ഒന്ന് റീഡ് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ, അപ്പോ ഞാൻ എന്റെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം അടുത്ത ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതൊരു ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ്. അപ്പൊ അത് കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ എല്ലാവരും റെക്കോർഡ്, ഫിഫ്ത്ത് റെക്കോർഡ് കംപ്ലീറ്റ് ആയവര് ഫിഫ്ത്ത് റെക്കോർഡ് കയ്യിൽ കരുതാം. കംപ്ലീറ്റ് ആവാത്തവര് PDF ഉണ്ടല്ലോ, PDF അല്ലേ നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത് റെക്കോർഡ് ചെയ്താനായിട്ട്, PDF ക്യാരി ചെയ്യാം. ഓക്കെ മിസ്സേ, ഞാൻ ചെയ്ത ഫ്രെയിമിന്റെ അതൊന്ന് കാണിക്കട്ടെ. കാണിച്ചു തരാം. നാളെ നേരത്തെ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? 11:30 ഓക്കെ ആണോ? കാരണം നമുക്ക് ടൈം കുറവ് വരുന്നതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഇന്ന് ക്ലാസ്സിൽ ഇടും കേട്ടോ. മിസ് കാണാൻ പറ്റുന്നുണ്ടോ നോക്കണേ. ഓക്കെ ഓക്കെ, നന്നായിട്ട് കേട്ടാ. ഇത് വെൽക്രോയാണ്, ഇത് ബെൽറ്റിന്റെ.
ഓക്കെ, നന്നായിട്ടുണ്ട് ടാ. ഓക്കെ ട്ടാ. മോന്റെ യൂണിഫോമിന്റെ നിക്കറിന്റെ മെറ്റീരിയൽ വെച്ചിട്ടാ പറ്റിയത്. അപ്പൊ കുറച്ച് കട്ടിയുണ്ട്. ഓക്കെ ടാ. ഇനി അതൊരു ബേസ് അല്ലെങ്കിൽ ഒരു ഫ്രെയിമും കൂടി വന്നു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. എനിക്കൊരു ഫ്രെയിം കിട്ടി, പക്ഷെ അത് എന്റെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് ചെയ്തു തന്നതാ, ഒരു തടിയുടെ. കാരണം എനിക്ക് വേറെ അത് മോനെയും കൂടെ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ തടിയുടെ മിസ് തന്ന ഫോട്ടോ വെച്ചിട്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാ. അത് ഇതാ വേണ്ട ഇത് പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതല്ല, എനിക്കൊരാള് ചെയ്തു തന്നതാ. അത് കുഴപ്പമില്ല, നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യിക്കുന്നത് നല്ലതാ. അധികം പൈസ ഒന്നും ആയിട്ടില്ലല്ലോ. ഇല്ലില്ല. ബാക്കി തുണിയുടെതെല്ലാം ഞാൻ തന്നെ ആദ്യം കൈത്തൈയിൽ തയ്ച്ച് പിന്നെ ഞാൻ മെഷീനിൽ അടിച്ചെടുക്കുക ചെയ്ത്. ഓക്കെ. അപ്പൊ നമ്മള് സ്വന്തം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു വാല്യൂ കൂടും. എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് നമ്മള് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കുന്നേക്കാളും വാല്യൂ നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ചെയ്യാനായിട്ട്. എനിക്ക് എങ്ങനെയാ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലായിരിക്കും കൂടുതൽ വാല്യൂ. നമ്മൾ പുറത്തുനിന്ന് എത്ര പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ചെയ്ത മെറ്റീരിയൽ നമ്മുടെ കുട്ടികൾ ചെയ്ത് നോക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. എല്ലാവരും വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം, റെക്കോർഡും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കുക. പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാം. ലാസ്റ്റത്തേക്ക് വെച്ചവർക്ക് എന്താ പറയാ പെയിന്റിംഗ് വർക്ക്സ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് ഉണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ മാം, ഒരു കാര്യം ചോദിച്ചിട്ട് മാം. പറഞ്ഞില്ലേ മാം, നമ്മൾ ഫ്രെയിം ചെയ്യുമ്പം സ്ക്വയർ ആയിട്ടുള്ള ഫ്രെയിം തന്നെ ചെയ്യണം മാം, അതിന്റെ ബേസ്? റൗണ്ട് ആണോ ഉദ്ദേശിച്ചത്? റൗണ്ട് ഉപയോഗിക്കാവോ? റൗണ്ട് ആയിട്ടുള്ള ഫ്രെയിം മേ ബി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയാ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഇതാണ്. അത് ഒരെണ്ണം ഉണ്ട്, അതാ ഞാൻ ചോദിച്ചത്. അതങ്ങനെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടാലന്റിന്റെ കാര്യം നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും. പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ കാര്യം ഇൻഫർമേഷൻ ക്ലാസ് റൂമിൽ ഇടും കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.